നമസ്കാരം. ചെങ്കടലിൽ അസാധാരണ നീക്കങ്ങൾ അരങ്ങേറുകയാണ്. നാശം വിതച്ച് ഹൂതികൾ സംഹാര താണ്ഡവമാടുകയാണ്. ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും 3 കപ്പലുകൾക്ക് നേരെ സംഘം ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി ഗ്രൂപ്പിന്റെ സൈനിക വക്താവ് അറിയിച്ചു. ആദ്യം ആക്രമണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ കപ്പലായ ലാരേഗോ ഡെസേർട്ട് ലക്ഷ്യമാക്കിയായിരുന്നു. രണ്ടാമത്തേത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇസ്രായേൽ കപ്പലിനെ അതായത് MSC മെച്ചലെ ലക്ഷ്യം വെച്ചു. മൂന്നാമത്തേത് ചെങ്കടലിൽ മിനർവ ലിസ കപ്പലിനെ ലക്ഷ്യമാക്കി. തന്റെ സംഘം ചെങ്കടലിലെ 2 US യുദ്ധക്കപ്പലുകൾക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്നും ഹിറ്റുകൾ കൃത്യമായിരുന്നുവെന്നും ഇസ്രായേൽ ഗാസ മുനമ്പിലെ യുദ്ധം അവസാനിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് പ്രതിജ്ഞയെടുത്തുവെന്നും യമനിലെ ഹൂതി ഗ്രൂപ്പിന്റെ സൈനിക വക്താവ് യഹ്യ സരിയ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രായേൽ കപ്പലായ എസെക്സിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായും ഹൂതി ഗ്രൂപ്പ് അവകാശപ്പെട്ടു. ഗസ മുനമ്പിലെ പലസ്തീനികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായി കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കാൻ ഹൂതികൾ കഴിഞ്ഞ നവംബറിൽ ആരംഭിച്ചു. ഇതിന് മറുപടിയായിട്ട് കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US ബ്രിട്ടീഷ് നാവിക സഖ്യം ജനുവരി മുതൽ യമനിലെ ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ വ്യോമാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തിയിരുന്നു. എന്നാൽ USന്റെയും ബ്രിട്ടന്റെയും വാണിജ്യ കപ്പലുകളും നാവികസേനയും ഉൾപ്പെടുത്തുന്നതിനായി ഹൂതി ആക്രമണങ്ങൾ വിപുലീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചു. 36,000 പലസ്തീനികളെ കൊന്നൊടുക്കിയ ഗാസയിലെ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസങ്ങളിൽ ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും കപ്പൽ ഗതാഗതത്തിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ഒക്ടോബർ 7-ന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിക്കുകയും 1200ഓളം പേരെ കൊല്ലുകയും 250ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനു ശേഷമാണ് യുദ്ധം ആരംഭിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മാരിടൈം അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് വിമതർ ഷിപ്പിംഗിൽ 50-ലധികം ആക്രമണങ്ങൾ നടത്തുകയും ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും മറ്റൊന്ന് മുക്കുകയും ചെയ്തു. ചെങ്കടലിലൂടെയും ഏദൻ ഉൾക്കടലിലൂടെയുമുള്ള ഷിപ്പിംഗ് ഭീഷണി കാരണം കുറഞ്ഞു. 2014-ൽ വിമതർ തലസ്ഥാനമായ സന പിടിച്ചടക്കിയത് മുതൽ യമൻ സംഘർഷഭരിതമായി എന്ന് വേണം പറയാൻ. നവംബർ മുതൽ ചെങ്കടൽ മേഖലയിൽ ആവർത്തിച്ചുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ സംഘം നടത്തി. പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിച്ചു. മെഡിറ്ററേനിയൻ കടലിൽ പോലും ഇസ്രായേലി തുറമുഖങ്ങളിലേക്ക് പോകുന്ന ഏത് കപ്പലിനെയും ആക്രമിക്കുമെന്നാണ് ഹൂതി വിമതർ ആവർത്തിച്ചു പറയുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 2004 മുതൽ യമനിലെ സുന്നി ഭൂരിപക്ഷ സർക്കാരിനെതിരെ പോരാടുന്ന സായിദി ഷിയ പ്രസ്ഥാനമായ ഹൂതികളെ പിന്തുണയ്ക്കുന്നതായിട്ട് ഇറാൻ പരക്കെ ആരോപിക്കപ്പെടുന്നു എന്നുള്ളതാണ്. 2014 സെപ്റ്റംബറിൽ ഹൂതികൾ യമൻ തലസ്ഥാനമായ സന പിടിച്ചെടുക്കുകയും 2016ഓടെ വടക്കൻ യമനിന്റെ ഭൂരിഭാഗവും പിടിച്ചെടുക്കുകയും ചെയ്തു. ഹൂതികൾക്ക് ആയുധവും പരിശീലനവും സാമ്പത്തിക സഹായവും നൽകിയത് ഇറാനും അവരുടെ പ്രോക്സി ഹിസ്ബുള്ളയുമാണെന്ന് സുന്നി രാഷ്ട്രങ്ങൾ ആവർത്തിച്ച് ആരോപിച്ചിരുന്നു. എന്നാൽ ഇറാനിയൻ ഹിസ്ബുള്ള ഉദ്യോഗസ്ഥർ അവകാശവാദങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. ഹൂതികൾ എവിടെ നിന്നാണ്, യമന്റെ ചരിത്രത്തിൽ അവർ വഹിച്ച പങ്ക് എന്താണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ, യമനിലെ വടക്കു പടിഞ്ഞാറൻ സാദാ പ്രവിശ്യയിൽ നിന്നുള്ള ഒരു വലിയ വംശമാണ് ഈ പറഞ്ഞ ഹൂതികൾ. അവർ ഷിയാസത്തിന്റെ സായിദി രൂപം പ്രയോഗിക്കുന്നു. യമനിലെ ജനസംഖ്യയുടെ ഏകദേശം 35% സായിദികൾ. ഒരു ദശാബ്ദത്തിലേറെയായി ഹൂതി വിമതർ യമൻ സർക്കാരുമായി ഏറ്റുമുട്ടുന്നു. 2011 മുതൽ ഹൂതി പ്രസ്ഥാനം അതിന്റെ സായിദി വേരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുകയും കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്ന ഒരു വിശാലമായ പ്രസ്ഥാനമായി മാറുകയും ചെയ്തു. കലാപകാരികൾ തങ്ങളെ അൻസറുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ പാർട്ടി എന്ന് വിളിക്കാനും തുടങ്ങി. ഹൂതികൾ അവരുടെ ആദ്യകാലങ്ങളിൽ ഒരു സായുധ സംഘമായി ഗുഹകളും ലളിതമായ തുരങ്കങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അടുത്തിടെ അവർ വളരെ വലിയ ഇൻസ്റ്റലേഷനുകളിലേക്ക് പിന്തുടർന്നു. യുദ്ധത്തിന് മുമ്പുള്ള യമൻ ആർമി ടണൽ സംവിധാനങ്ങൾ നവീകരിക്കുകയും പൂർണ്ണമായും പുതിയ ഭൂഗർഭ സൗകര്യങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു എന്നത് എടുത്തു പറയണം. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഹൂതികൾ ചെങ്കടൽ കപ്പലുകളെ ആക്രമിക്കുന്നത്? അതിലേക്ക് വരികയാണെങ്കിൽ, ഗാസ മുനമ്പിലെ യുദ്ധത്തിന് മറുപടിയായിട്ടാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം അവർ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഡസൻ കണക്കിന് മിസൈലുകളും ഡ്രോൺ ആക്രമണങ്ങളും നടത്തി. ഇതിൽ വലിയ പ്രതിസന്ധിയാണ് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുകയാണെന്നാണ് ഹൂതികൾ ആദ്യം പറഞ്ഞിരുന്നത്. എന്നിരുന്നാലും പല കപ്പലുകൾക്കും ഇസ്രായേലുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും പ്രമുഖ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ ഉപയോഗിക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. പകരം ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റും വളരെ ദൈർഘ്യമേറിയ റൂട്ട് ഉപയോഗിക്കുന്നു. എന്തായാലും കാര്യങ്ങൾ കൂടുതൽ കലങ്ങി മറിയുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ.